Hey my dears, so today in this lesson we'll be dealing with Unit 2 of Module 2 Grammar from your 3rd semester textbook English for Career. കഴിഞ്ഞ വീഡിയോയിൽ ഗ്രാമർ പാർട്ടിലെ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ വീഡിയോയിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. WH ക്വസ്റ്റ്യൻസ്, yes or no ക്വസ്റ്റ്യൻസ് ആൻഡ് ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് എങ്ങനെയാണ് ഡിക്ലറേറ്റീവ് സെന്റൻസിലേക്കും നെഗറ്റീവ് സെന്റൻസിലോട്ടും സെന്റൻസിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഈ ഒരു യൂണിറ്റിൽ ഗ്രാമർ സെഷനിലെ സെക്കൻഡ് യൂണിറ്റിൽ സെന്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾ ധാരാളം പഠിച്ച് ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യുകയും ഒരുപാട് എക്സസൈസ് ചെയ്യുകയും ചെയ്ത ഒരു ഏരിയ ആണ്. അതുകൊണ്ട് അതൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്താണ് സെന്റൻസ് എന്ന് പറയുന്നത്? വാട്ട് എക്സാക്ട്ലി ഈസ് എ സെന്റൻസ്? നമുക്കറിയാം, സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് എന്ന് കരുതി കുറച്ച് വേർഡ്സിനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പെറുക്കിയെടുത്ത് നമുക്ക് ഗ്രൂപ്പായിട്ട് ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ സെന്റൻസിലേക്ക് എത്താൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. സെന്റൻസ് ഷുഡ് എക്സ്പ്രസസ് എ കംപ്ലീറ്റ് തോട്ട് ആൻഡ് ഇറ്റ് മസ്റ്റ് ഹാവ് എ സബ്ജക്ട് ആൻഡ് എ വേർബ് കോമ്പിനേഷൻ. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയയോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് തോട്ടോ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ സെന്റൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. സെന്റൻസ് ഒരുപാട് തരത്തിലുള്ള സെന്റൻസ് ഉണ്ട്. ടൈപ്പ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്നത് മോർ ദാൻ 4 ടൈപ്സ് ഓഫ് സെന്റൻസസ് ആർ ദേർ. ഫോർ എക്സാമ്പിൾ, ഡിക്ലറേറ്റീവ് സെന്റൻസ് ഉണ്ട്. ഡിക്ലറേറ്റീവ് സെന്റൻസിനെ അസേർട്ടീവ് സെന്റൻസ് എന്നും പറയാറുണ്ട്. ആൻഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസുകളുണ്ട്, ഇംപറേറ്റീവ് സെന്റൻസ് ഉണ്ട്, ഇന്ററോഗേറ്റീവ് സെന്റൻസുകളുണ്ട്. സോ എന്താണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസേർട്ടീവ് സെന്റൻസ്? ഈ അസേർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് തന്നെയാണ്. സോ സെന്റൻസസ് മേക്സ് എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് പ്രൊവൈഡ്സ് എ ഫാക്ട്. ഒരു സെന്റൻസിനകത്ത് പറയുന്നത് ഒരു പ്രസ്താവനയാണെങ്കിൽ അതിനെയാണ്, സ്റ്റേറ്റ്മെന്റ് സെന്റൻസിനെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഡിക്ലറേറ്റീവ് സെന്റൻസ് ബിഗിൻ വിത്ത് എ സബ്ജക്ട് ആൻഡ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഒരു സബ്ജക്റ്റിൽ തുടങ്ങി ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകളാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഒരു കാര്യം പറയുക അല്ലെങ്കിൽ അത് പ്രസ്താവിക്കുന്ന വാക്യമാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് എ സിംഗർ. അവൾ ഒരു ഗായികയാണ്. അത് ഡിക്ലറേറ്റീവ് സെന്റൻസിന്റെ എക്സാമ്പിൾ ആണ്. ആൻഡ് ഹി പ്ലേസ് വിത്ത് പാഷൻ. ഒരുപാട് പാഷനോടെയാണ് അവൻ ഇപ്പം ഗിറ്റാർ പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ വയലിൻ പ്ലേ ചെയ്യുന്നത്. അതും ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. മൈ മദർ ഈസ് എ ടീച്ചർ. എൻ്റെ അമ്മ ഒരു അധ്യാപികയാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഇനി എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഇസ് ഓൾസോ നോൺ ആസ് എക്സ്ക്ലമേറ്ററി ക്ലോസ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷൻസിനെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളെയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. അതിന്റെ അവസാനം എപ്പോഴും ഒരു എക്സ്ക്ലമേഷൻ മാർക്കും ഉണ്ടായിരിക്കും. എക്സ്ക്ലമേറ്ററി ക്ലോസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് എക്സ്പ്രസസ് സ്ട്രോങ് ഇമോഷൻ. അവൾ എന്ത് സുന്ദരിയാ, അവനെ കാണാൻ എന്ത് ഭംഗിയാ, നാളെ എക്സാം ആണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ, ഒരു സ്ട്രോങ് ഇമോഷൻസ് കാണിക്കുന്നത്. സോ അതൊക്കെ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ എക്സാമ്പിൾസ് ആണ്. ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്, ഹൗ വെൽ ഹി സിങ്സ്. അവൻ എന്ത് നന്നായിട്ടാ പാടുന്നേ. വാവ്, ഹി ജസ്റ്റ് വോൺ എ ഗോൾഡ് മെഡൽ. അയ്യോ, അവനൊരു ഗോൾഡ് മെഡൽ കിട്ടി. അല്ലെങ്കിൽ അത്ഭുതത്തോടെ, അയ്യോ എന്നല്ല, വാവ് എന്നാ പറയുന്നത്. അതും ഒരു അത്ഭുതത്തെ സൂചിപ്പിക്കുന്നതാണ്. സോ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷൻസിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നു. Next one is imperative sentence. So this is a sentence that expresses a direct command, a request, warning or instruction. ആജ്ഞ, അഭ്യർത്ഥന, ആഗ്രഹം എന്നിവയെ സൂചിപ്പിക്കുന്ന സെന്റൻസിനെയാണ് ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഷട്ട് ദ ഡോർ. വാതിലടയ്ക്കൂ എന്ന് ഞാൻ നിങ്ങളോട് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇംപറേറ്റീവ് സെന്റൻസിന്റെ ആണ്. എനിക്കൊരു പേന തരാവോ, പ്ലീസ് ഗിവ് മീ എ പെൻ. സോ അതൊരു റിക്വസ്റ്റ് ആണ്. അതും ഇംപറേറ്റീവ് സെന്റൻസിന്റെ എക്സാമ്പിൾ ആണ്. സ്റ്റോപ്പ് ബോദറിങ് മീ എന്ന് വെറുതെ ശല്യം ചെയ്യാതെ, പുട്ട് യുവർ ഫോൺ അവേ ആൻഡ് ലിസൺ ടു മീ. ആ ഫോൺ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേക്ക്. സോ ഇതെല്ലാം ഇംപറേറ്റീവ് സെന്റൻസിന്റെ എക്സാമ്പിൾസ് ആണ്. നൗ ലെറ്റ് us go through interrogative sentence. എന്താണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സെന്റൻസ് ദാറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ. നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്ന തരത്തിലാണ് സെന്റൻസ് എങ്കിൽ ചോദ്യരൂപത്തിൽ വരുന്ന വാക്യങ്ങളെയാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഹൂസ് ഡോഗ് ഇസ് ദാറ്റ്? വാട്ട് ഈസ് യുവർ നെയിം? ക്യാൻ ഐ ആസ്ക് യു ഫോർ എ കപ്പ് ഓഫ് കോഫി? ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്? സോ ഇങ്ങനെ ചോദ്യരൂപേണ ചോദിക്കുന്ന സെന്റൻസുകളെയാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. പേരെന്താണ്? അത് ആരുടെ പട്ടിക്കുട്ടിയാണ്? നമുക്ക് ഒരു ചായ കുടിച്ചാലോ? എത്ര രൂപയാകും അതിന്? എന്തുകൊണ്ട് അത് ഉണ്ടായി? എവിടെ നിന്നാണ് വരുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇന്ററോഗേറ്റീവ് സെന്റൻസിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ടെൽസ് സംതിങ്.
ആൻഡ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ആസ്ക്സ് സംതിങ്. ഓക്കെ. ആൻഡ് ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒരു കമാൻഡ് ആണ്. ഇറ്റ് ടെൽസ് us ടു ഡു സംതിങ്. ആൻഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുമ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക്, ഒരു സർപ്രൈസ് ഒക്കെയാണ്. ഇറ്റ് എക്സ്പ്രസസ് സർപ്രൈസ് ഓർ എനി ഇമോഷൻ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സെന്റൻസുകൾ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? സോ ഇനി നമുക്ക് ഈ യൂണിറ്റ് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. ടെക്സ്റ്റ് ബുക്കിലോട്ട് നോക്കുക. Read the passage given below and complete the exercises that follow. It is such a rainy day today, said young Meenu. I wonder if I can go out in this rain. Mother, if it goes on like this, I won't go to school today, she declared. Her mother hid a smile and said, Don't worry dear, the rain will soon stop. എന്തൊരു മഴയാണ് ഇന്നത്തെ ദിവസം, കൊച്ചു മീനു പറഞ്ഞു. ഇന്ന് ഈ മഴയത്ത് സ്കൂളിൽ പോകാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മ, ഇങ്ങനെയാണ് മഴ പെയ്യുന്നതെങ്കിൽ ഞാനിന്ന് സ്കൂളിൽ പോയില്ല കേട്ടോ, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പം അമ്മ ആ ചിരിയൊക്കെ ഒന്ന് ഒളിപ്പിച്ചു വെച്ചിട്ട് വന്ന് പറയാണ്, സാരമില്ല, ഈ മഴയൊക്കെ ഉടനെ അങ്ങ് അവസാനിക്കും, സ്കൂളിൽ പോകാണ്ടിരിക്കരുത്. ഡോണ്ട് മിസ് സ്കൂൾ, ഗോ ആൻഡ് റൈറ്റ് എ ടെസ്റ്റ് ടുഡേ. സ്കൂളിൽ പോകാണ്ടിരിക്കരുത്, ഇന്ന് തന്നെ പൊക്കോണം, ഇന്നത്തെ പരീക്ഷ പോയി എഴുതി കാണും. റിമെമ്പർ വാട്ട് ദ ടീച്ചർ ടോൾഡ് യു, സെഡ് ഹർ മദർ. ടീച്ചർ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ബട്ട് ഐ കാൻ ഗോ, ഹൗ വെറ്റ് ഐ എം ഗോയിങ് ടു ഗെറ്റ് ഇൻ ദിസ് റെയിൻ. പക്ഷെ ഞാൻ പോവത്തില്ല, ഈ മഴയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് നനയും. ഐ എം ഷുവർ ടു ക്യാച്ച് എ കോൾഡ്, ക്രൈഡ് മീനു. ഉറപ്പായിട്ടും എനിക്ക് പനി വരും, മീനു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വെയർ യുവർ റെയിൻ കോട്ട് ആൻഡ് ടേക്ക് യുവർ അംബ്രല്ല ടു. നീ നിന്റെ റെയിൻ കോട്ടും ഇട്ട് അംബ്രല്ലയും എടുത്ത് പൊക്കോളാം. സച്ച് എ പ്രെറ്റി ബ്ലൂ റെയിൻ കോട്ട് യു ഹാവ്. അത്രയും മനോഹരമായിട്ടുള്ള നീല കളറിലുള്ള റെയിൻ കോട്ടാണ് നിനക്കുള്ളത്, സെഡ് മദർ. അമ്മ പറഞ്ഞു. ഓൾ റൈറ്റ് മദർ, ഇഫ് യു സേ സോ, said Meenu, pulling a long face and going to wear her raincoat. ആ ശരി അമ്മേ, ഇങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞിട്ട് ഒരു മുഖമൊക്കെ വലിച്ചു കയറ്റി വെച്ച് മീനു അവളുടെ റെയിൻകോട്ട് വിട്ട് സ്കൂളിലോട്ട് പോയി. സോ ഇതാണ് നമ്മുടെ പാസേജ്. നല്ല ഒരു പാസേജ് അല്ലേ? ഈ പാസേജ് കേൾക്കുമ്പോൾ നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയമാണല്ലേ ഓർമ്മ വരുന്നത്. ഒരു ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ മഴ പെയ്യുന്ന ആ ഒരു ടൈമിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ അമ്മമാര് പതിവായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിത്. ഓക്കെ, പാസേജ് മനസ്സിലായി എന്ന് കരുതുന്നു. Now let us discuss the questions. First question, identify the exclamatory sentences in the passage. പാസേജിൽ നിന്ന് exclamatory sentence identify ചെയ്യുക എന്നതാണ്. It is such a rainy day today, said young Meenu. അവിടെ exclamatory മാർക്കും ഉണ്ട്. എന്തൊരു മഴയാണിത് എന്നല്ലേ പറയുന്നേ. And next, I wonder if I can go out in this rain, but I can't go. How wet I am going to get in this rain. I am sure to catch a cold, cried Meenu. Wear your raincoat and take your umbrella to, such a pretty blue raincoat you have, said mother. So ഇതൊക്കെ എക്സ്ക്ലമേറ്ററി സെന്റൻസുകളുടെ എക്സാമ്പിൾ ആണ് ഈ പാസേജിൽ നിന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഓഫ് യുവർ ഓൺ. നമ്മുടെ സ്വന്തമായ രീതിയിൽ നിങ്ങൾ തന്നെ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് എഴുതുക എന്നതാണ് ചോദ്യം. വാട്ട് എ ക്ലെവർ ലേഡി, വാട്ട് എ ക്ലെവർ മാൻ, ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്. ഇതൊക്കെ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് എന്ത് വേണേലും എഴുതാം. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഇംപറേറ്റീവ് സെന്റൻസസ് ഇൻ ദ പാസേജ്. ഈ പാസേജിൽ നിന്ന് ഇംപറേറ്റീവ് സെന്റൻസ് കണ്ടെത്തുക. നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് ഇംപറേറ്റീവ് സെന്റൻസ്. ആജ്ഞയോ അപേക്ഷയോ ആശംസയോ അല്ലെങ്കിൽ ഒരു ഓർഡറോ ആണ് എങ്കിൽ അത് പ്രകടിപ്പിക്കുന്ന സെന്റൻസുകളെയാണ് ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പാസേജ് ഒന്ന് നോക്കിക്കേ. ഹർ മദർ ഹിഡ് എ സ്മൈൽ ആൻഡ് സെഡ്, ഡോണ്ട് വറി ഡിയർ, ദ റെയിൻ വിൽ സൂൺ സ്റ്റോപ്പ്. Don't miss school, go and write your test today. And wear your raincoat and take your umbrella too. ഇത് ഇത്രയും ഇംപറേറ്റീവ് സെന്റൻസിന്റെ എക്സാമ്പിൾസ് ആണ്. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ ഇംപറേറ്റീവ് സെന്റൻസ് ഓഫ് യുവർ ഓൺ. നിങ്ങളുടേതായ രീതിയിൽ ഒരു ഇംപറേറ്റീവ് സെന്റൻസ് എഴുതുക. സ്റ്റോപ്പ് ബോദറിങ് മീ. ഓക്കെ, അത് എക്സാമ്പിൾ ആണ്. ആൻഡ് പുട്ട് യുവർ ഫോൺ അവേ ആൻഡ് ലിസൺ ടു മീ. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇംപറേറ്റീവ് സെന്റൻസ് എഴുതുക എന്നതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോം 2 exclamatory sentences from the passage into declarative sentence. ഈ നമ്മുടെ പാസേജിൽ നിന്ന് ഏതെങ്കിലും 2 exclamatory sentenceകൾ എടുത്തിട്ട് അതിനെ ഡിക്ലറേറ്റീവ് സെന്റൻസിലോട്ട് മാറ്റുക. Such a pretty blue raincoat you have. Exclamatory sentence ആണ്. How wet I am going to get in this rain. ഇതും exclamatory sentenceന്റെ എക്സാമ്പിൾ ആണ്. It is such a rainy day. ഇതും exclamatory sentenceന്റെ കൂട്ടത്തിലുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ക്വസ്റ്റ്യൻ സെന്റൻസിനെ ഡിക്ലറേറ്റീവ് സെന്റൻസിലോട്ടും നെഗറ്റീവ് സെന്റൻസിലാക്കുന്നതും ഏത് ഫോമിലാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇതിൽ എടുക്കുക, ഇറ്റ് ഈസ് സച്ച് എ റെയിനി ഡേ എന്നത് എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ നിന്ന് ഡിക്ലറേറ്റീവ് സെന്റൻസ് ആക്കുമ്പോൾ അതിന്റെ ഫോം ടുഡേ ഈസ് എ റെയിനി ഡേ എന്നതാണ്.
and how wet I am going to get in this rain. ഇതിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഐ ആം ഗോയിങ് ടു ഗെറ്റ് വെറ്റ് ഇൻ ദിസ് റെയിൻ എന്നായി മാറും ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഡിക്ലറേറ്റീവ് സെന്റൻസ് ബിഗിൻസ് വിത്ത് എ സബ്ജക്ട് ആൻഡ് എൻഡ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സച്ച് എ പ്രെറ്റി ബ്ലൂ റെയിൻ കോട്ട് യു ഹാവ്. സോ അതിനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാവും? യു ഹാവ് ഗോട്ട് എ പ്രെറ്റി ബ്ലൂ റെയിൻ കോട്ട്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമുക്ക് പ്രാക്ടീസ് എക്സസൈസിലോട്ട് നോക്കാം. 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നൗ ലെറ്റ് us deal with set 1. Match the parts in column A with those in column B to form appropriate sentence. കോളം എയിലും ബിയിലുമായിട്ട് 2 സെക്ഷൻ തന്നിട്ടുണ്ട്. സോ എ പാർട്ട് വായിച്ചിട്ട് അതുമായിട്ട് ചേരുന്നത് ബി പാർട്ടിൽ ഏത് സെക്ഷൻ ആണെന്ന് നോക്കുക, അതിനെ മാച്ച് ചെയ്യുക. ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, പാർട്ട് എ എന്ന് നോക്കിക്കേ. സച്ച് എ വണ്ടർഫുൾ ഇൻവെൻഷൻ, ഹൗ ക്ലെവർ ശ്രീധർ ഈസ്. Read all the questions carefully. Take your medicines only. How I wish we could go. And part B, after eating a full meal, said my doctor, for a holiday to Spain, Rahul exclaimed. The computer is, before answering them, said the examiner, in solving mathematical puzzles. So match the parts in column A with those in column B. അതാണ് നമ്മുടെ ടാസ്ക്. സോ ഒന്നാമത്തത്, such a wonderful invention, the computer is. And second, how clever Sridhar is in solving mathematical puzzles. And third one, read all the questions carefully before answering them, said the examiner. Fourth, take your medicines only after eating a full meal, said my doctor. Fifth, how I wish we could go for a holiday to Spain, Rahul exclaimed. So set 1 easy ആയിരുന്നു, ഇത്രയേ ഉള്ളൂ. Now let us go through set 2. Fill in the blanks with the suitable verb or phrase in the following sentence. ഇത് വായിച്ചു നോക്കുക, എന്നിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രേസ് അല്ലെങ്കിൽ വേർബ് അല്ലെങ്കിൽ ഫ്രേസ് അതിലേക്ക് ആഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡാഷ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇസ് ദി മൂൺ ടു നൈറ്റ്. സോ ബ്രൈറ്റ് ഓർ ഹൗ ബ്രൈറ്റ്. ഇവിടെ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ എക്സാമ്പിൾ ആണ്. സോ സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഹൗ ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇസ് ദി മൂൺ ടു നൈറ്റ് എന്നതാണ്. ഡാഷ് ദ വിൻഡ് ഈസ് ബ്ലോയിങ് ടു നൈറ്റ്. അതും എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. സോ ഹാർഡ് അല്ല, ഹൗ ഹാർഡ് ദ വിൻഡ് ഈസ് ബ്ലോയിങ് ടു നൈറ്റ് എന്നതാണ് ആൻസർ. ആൻഡ് ഡാഷ് ദ ഡോർസ് ആൻഡ് വിൻഡോസ്, ഇറ്റ് ഇസ് ഗോയിങ് ടു റെയിൻ, സെഡ് മദർ. ഷട്ട് അപ്പ് ദ ഡോർ എന്ന് പറയേയില്ല. സോ ആൻസർ ഷട്ട് ദ ഡോർസ് ആൻഡ് വിൻഡോസ് എന്നതാണ്. ഡാഷ് എ ത്രില്ലിംഗ് ഡിറ്റക്റ്റീവ് സ്റ്റോറി ദിസ് ഈസ്. സോ അതിന്റെ ആൻസർ എന്താണ്? സോ എ ത്രില്ലിംഗ് ഡിറ്റക്റ്റീവ് സ്റ്റോറി ദിസ് ഈസ് എന്ന് പറയൂ? ഇല്ല. സച്ച് എ ത്രില്ലിംഗ് ഡിറ്റക്റ്റീവ് സ്റ്റോറി ദിസ് ഈസ്. Dash I could have learned to dance. How I wish, what I wish. So the answer is how I wish I could have learned to dance. Set 2 ഇത്രയേ ഉള്ളൂ. Now let us go through set 3 questions. Complete the sentence using the correct option. ഈ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക, ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക. Question number 1, dash writing and dash your pens, said the invigilator. നിങ്ങൾ എക്സാം എഴുതുന്ന ആ ഒരു സമയം ഓർക്കുക, അവിടെ ഇൻവിജിലേറ്റർ കാണും. എക്സാം തീരുന്ന സമയമാകുമ്പോൾ അവിടെ നിൽക്കുന്ന ഇൻവിജിലേറ്റർ നിങ്ങളോട് എന്താണ് പറയാറുള്ളത്? ഡു സ്റ്റോപ്പ് റൈറ്റിംഗ് ആൻഡ് പുട്ട് ഡൗൺ യുവർ പെൻസ് എന്നാണോ? സ്റ്റോപ്പ് റൈറ്റിംഗ് ആൻഡ് പുട്ട് അപ്പ് യുവർ പെൻസ് എന്നാണോ? പ്ലീസ് സ്റ്റോപ്പ് റൈറ്റിംഗ് ആൻഡ് പുട്ട് ഡൗൺ യുവർ പെൻസ് എന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോവ്, ഇതൊന്നുമല്ലേ? എന്താണ് നിങ്ങളോട് പറയുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ സി, പ്ലീസ് സ്റ്റോപ്പ് റൈറ്റിംഗ് ആൻഡ് പുട്ട് ഡൗൺ യുവർ പെൻസ് എന്നാണ്, അല്ലേ? സോ പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ഹോൾഡിംഗ് സംതിങ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ എ സർഫേസ്. കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യുന്നത് മാറ്റിയിട്ട് അത് അവിടെ എവിടെയെങ്കിലും വെക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ആൻഡ് പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ശരിയാക്കുക എന്നതാണ്. നമ്മുടെ ഈ ഓപ്ഷനിൽ ഓപ്ഷൻ എ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ ബി സ്റ്റോപ്പ് റൈറ്റിംഗ് എന്ന് നമുക്ക് പറയാം, പക്ഷെ പുട്ട് അപ്പ് യുവർ പെൻസ് എന്നല്ല പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ടു സീ യു ഹാപ്പി. What I would not do, what would I do, how would I not do, all the above. So the answer is option A, what I would not do. Next question, dash that dress suits you. A, how, what well, how well, none of the above. ആ ഡ്രസ്സ്, ഹൗ വെൽ ദാറ്റ് ഡ്രസ് സ്യൂട്ട്സ് യു എന്നാണ്. ആ ഡ്രസ്സ് എത്ര മനോഹരമായിരിക്കുന്നു, ഹൗ വെൽ ദാറ്റ് ഡ്രസ് സ്യൂട്ട്സ് യു. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡാഷ് ഡേ ഇറ്റ് ഈസ് ടുഡേ, ഷാൽ വി ഗോ ഫോർ എ വോക്ക്. എന്തൊരു നല്ല ദിവസമായത്, എന്തൊരു നല്ലത് എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് പറയാറ്. സോ ആൻസർ ഈസ് വാട്ട് എ വണ്ടർഫുൾ ഡേ ഇറ്റ് ഈസ് ടുഡേ, ഷാൽ വി ഗോ ഫോർ എ വോക്ക് എന്നതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ദ കമാൻഡർ സെഡ് ടു ഹിസ് ട്രൂപ്പ്. ഒരു കമാൻഡർ എപ്പോഴും പട്ടാളക്കാരോട്, കൂടെയുള്ള ആൾക്കാരോട് എങ്ങനെയായിരിക്കും പറയുന്നത്? പ്ലീസ് ഫയർ, ഒന്ന് വെടിവെക്കോ എന്ന് പറയാറുണ്ടോ? അല്ലെങ്കിൽ ഗോ ആൻഡ് ഫയർ, ഇങ്ങനെയാണോ പറയുന്നത്? ഫയർ
The commander said to his troops. അങ്ങനെ പറയാറുള്ളൂ. So the answer is option A. Now let us go through set 4. Replace the words in italics with the correct words or phrases. Correct word അല്ലെങ്കിൽ phrase യൂസ് ചെയ്ത് ഇറ്റാലിക്സിൽ തന്നിട്ടുള്ള വേർഡ് റീപ്ലേസ് ചെയ്യുക എന്നതാണ് ചോദ്യം. How a pity that he couldn't come for the party. How a pity എന്ന് പറയില്ല. What a pity that you couldn't come for the party എന്നേ പറയുള്ളൂ. Okay. Second question. Such tall the children have grown. Such tall എന്ന് പറയില്ല. How tall the children have grown എന്നേ പറയുള്ളൂ. And third question. You don't walk on the grass. The signboard says. You don't walk. ഇതാണ് ഇറ്റാലിക്സിൽ തന്നിട്ടുള്ളത്. You don't walk on the grass എന്നല്ല പറയുന്നത്. Don't walk on the grass. The signboard says. ഇതാണ് ആൻസർ. And next question. So a shame that he treats his parents so. So a shame എന്ന് പറയില്ല. അതിന്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത് such a shame that he treats his parents so. You never beg, borrow or steal. Next question ആണ്. You never beg, borrow or steal. സോ ഇതിൽ യു നെവർ എന്നതാണ് ഇറ്റാലിക്സിൽ തന്നിട്ടുള്ളത്. അതിന്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത് നെവർ ബെഗ്, ബോറോ ഓർ സ്റ്റീൽ. ഇതാണ് കറക്റ്റ് ആൻസർ. സോ സെറ്റ് 4 കഴിഞ്ഞു. നൗ ലെറ്റ് us go through set 5. Spot the error in the underlined sections of the following sentences and circle the appropriate letter. If there is no error, the answer is C. താഴെ തന്നിരിക്കുന്ന അണ്ടർലൈൻ സെന്റൻസുകളിൽ എവിടെയാണ് തെറ്റുള്ളതെന്ന് ആദ്യം കണ്ടെത്തുക. എന്നിട്ട് ആ ഭാഗത്തിന് നേരെയുള്ള ലെറ്റർ ഇല്ലേ, ABC എന്ന് തന്നിട്ടുണ്ട്, ആ ലെറ്ററിൽ സർക്കിൾ ചെയ്യുക. ഇനി അഥവാ തെറ്റില്ല എന്നുണ്ടെങ്കിൽ സി ആണ് ആൻസർ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വെയർ, എ പാർട്ട്. ഹാവ് യു ബീൻ ടുഡേ, ബി പാർട്ട്. സോ ഇത് കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഇസ് നോ എറർ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ പ്രെറ്റി ഫീറ്റ് ദിസ് ഗേൾ ഹാസ്. സി നോ എറർ. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഹൗ പ്രെറ്റി എന്ന ഭാഗം തെറ്റാണ്. ഹൗ പ്രെറ്റി എന്നല്ല പറയേണ്ടത്. ഇറ്റ് ഷുഡ് ബി കറക്റ്റഡ് വാട്ട് പ്രെറ്റി ഫീറ്റ് എന്ന് വേണം വരാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പൺ ദ വിൻഡോ ആൻഡ് ഹാവ് ലെറ്റ് ദ സൺലൈറ്റ് ഇൻ ടു ദി റൂം. ഓപ്പൺ ദ വിൻഡോ, എ പാർട്ട്. ആൻഡ് ഹാവ് ലെറ്റ് ദ സൺലൈറ്റ് ഇൻ ടു ദി റൂം, ബി പാർട്ട്. സോ ഇവിടെ ആൻഡ് ഹാവ് ലെറ്റ് ദ സൺലൈറ്റ് ഇൻ ടു ദി റൂം എന്നതാണ് തെറ്റ്. കാര്യം ഹാവും ലെറ്റും കൂടെ ഒരുമിച്ച് വരേണ്ട കാര്യമില്ല. ലെറ്റ് ദി സൺലൈറ്റ് ഇൻ ടു ദി റൂം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. Fourth question, finding a place in your heart for the poor and the suffering millions. So finding a place in your heart, അത് A part. For the poor and the suffering millions, B part. So ഇതിൽ finding a place in your heart എന്നുള്ളത് തെറ്റാണ്. And it should be corrected. Find a place in your heart എന്നതാക്കണം. Okay. Final question, such a pity I couldn't see you when you came home. Such a pity I couldn't see you എന്നത് A part. And when you came home, it's B part. ഇതിൽ തെറ്റൊന്നുമില്ല. സോ ദ ആൻസർ ഇസ് നോ എറർ എന്നതാണ്. ഇത് ഇത്രയുമാണ് നമ്മുടെ യൂണിറ്റ് 2-ലെ പ്രാക്ടീസ് സെഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നന്നായിട്ട് പഠിക്കുക. സെക്കൻഡ് സെമസ്റ്റർ പോർഷൻസ് കവർ ചെയ്ത് വരിക. എന്നാലേ ഗ്രാമർ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. തേർഡ് സെമസ്റ്ററിന്റെ ഈ ഒരു പോർഷൻ മുഴുവൻ നമുക്ക് ഗ്രാമർ പഠിക്കാനുള്ളതാണ്. ഓക്കെ. സമയം നന്നായിട്ട് യൂസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ. താങ്ക് യു സോ മച്ച്.